മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കമായതോടെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൃശ്ചികം 1 ഇന്ന് പുലർച്ചെ 3 പുതുതായി ചുമതലയേറ്റ മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നട തുറന്നതോടെയാണ് ഒരു മണ്ഡലകാലത്തിന് കൂടി തുടക്കമായത്. നട തുറന്ന ശേഷം നിർമ്മാല്യാഭിഷേകം, ഗണപതി ഹോമം, നെയ്യഭിഷേകം എന്നിവ നടന്നു. എല്ലാ ദിവസവും പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ രാത്രി 11 മണി വരെയുമാണ് ദർശന സമയം. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഘട്ടം ഘട്ടമായാണ് പമ്പയിലെ നടപ്പന്തലിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. ഇതിനായി കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വിരിവെക്കാൻ വിപുലമായ സൗകര്യങ്ങളും പമ്പയിലും സന്നിധാനത്തെ നടപ്പന്തലിലും ഒരുക്കിയിട്ടുണ്ട്. പമ്പാ തീരത്ത് 2 ഇടത്തായാണ് പന്തലുകൾ. ദർശനം കഴിഞ്ഞെത്തുന്ന ഭക്തർക്ക് നടപ്പന്തലിലും വിശ്രമിക്കാം. വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ഒരു ദിവസം 70,000 തീർത്ഥാടകർക്കാണ് ദർശനത്തിനായി സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ചെങ്ങന്നൂർ, എരുമേലി, വണ്ടിപ്പെരിയാർ സത്രം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് വഴി പ്രതിദിനം 20,000 തീർത്ഥാടകരെയാണ് പ്രവേശിപ്പിക്കുക. ജനുവരി 20 മണ്ഡലകാലത്തിന് ശേഷം തിരുനട അടയ്ക്കും. ജനുവരി 14 മകരവിളക്ക്. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.